പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിൽ നമുക്കിന്ന് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷം യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ യേശുവിൻ്റെ അടുത്ത് ഒരു പ്രത്യേകമായ നിയോഗവുമായിട്ട് സമീപിക്കുന്ന ആ ഒരു സുവിശേഷ ഭാഗമാണ്. സാധാരണ എല്ലാ അമ്മമാർക്കും മാതാപിതാക്കന്മാർക്കുമൊക്കെ ഉള്ളൊരാഗ്രഹമാണ് തങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്നുള്ളത്. അവർക്ക് നല്ല ജോലി ഉണ്ടാകണം, നല്ല വരുമാനമുണ്ടാകണം, സമൃദ്ധി ഉണ്ടാകണം. ഇതൊക്കെ എല്ലാ അമ്മമാരുടെയും ആഗ്രഹമാണ്. അതെല്ലാം പലപ്പോഴും ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ലൗകികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹമായിരിക്കാം. എന്നാൽ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരമ്മയെയാണ്, നമുക്കെല്ലാവർക്കും മാതൃകയായ ഒരു അമ്മയെയാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന രാജ്യത്തിൽ, ഈ ലോകത്തല്ല, വരാനിരിക്കുന്ന രാജ്യത്തിൽ യേശുവിൻ്റെ ഇടത്തും വലത്തും ഈ രണ്ട് മക്കളും ഇരിക്കണം എന്നുള്ള ഒരു പവിത്രമായ നിയോഗവുമായിട്ടാണ് അവൾ യേശുവിനെ സമീപിക്കുന്നത്. അതുമാത്രമല്ല, യേശു അവളോട് ചോദിക്കുമ്പോൾ, ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഉത്തരം പറയുകയാണ്, ഞങ്ങൾക്കതിന് സാധിക്കുമെന്ന്. അപ്പോൾ അവർക്കൊരു ഉറച്ച തീരുമാനമുള്ള ഒരു ബോൾഡായിട്ടുള്ള ഒരു അമ്മയായിരുന്നു ഈ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കും നല്ലൊരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ നെഞ്ചിലെ ചൂടേറ്റ് വളർത്തേണ്ട ഒരു മനോഭാവം ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ നേട്ടങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് കർത്താവിനോടൊപ്പം വരാനിരിക്കുന്ന രാജ്യത്തിൽ നമ്മുടെ ഭാവി സുരക്ഷിതമായിരിക്കണം എന്നാണ് നമ്മളും ആഗ്രഹിക്കേണ്ടത്. കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ കർത്താവ് അവർക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്, എളിമയുടെ പാഠം, ശുശ്രൂഷയുടെ പാഠം. ഒരു ദാസന്റെ മനോഭാവത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നവർക്ക്, എളിമപ്പെടുന്നവർക്കാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത് എന്ന് യേശു അവരോട് പറയുകയാണ്. ശുശ്രൂഷയിലൂടെ സ്വർഗരാജ്യം സ്വന്തമാക്കുക. ഭൂമിയോളം തന്നെ താഴ്ത്തിയ കർത്താവിനെയാണ് ദൈവം തൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാക്കിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ താഴുമ്പോൾ, നമ്മൾ എളിമയുള്ളവരാകുമ്പോൾ, ഒരു ദാസന്റെ മനോഭാവമുള്ളവരായിട്ട് നമ്മൾ നമ്മുടെ സേവന ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും കർത്താവിൻ്റെ സമീപത്ത് നമ്മുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുവാനുമായിട്ട് അത് നമ്മെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തകളിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ, മനോഭാവത്തിലൂടെ യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് മാപ്പപേക്ഷിക്കാം. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമെല്ലാം യേശുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാകട്ടെ. കർത്താവിൽ നിന്നും അകറ്റുന്ന എല്ലാ ചിന്തകളെയും വിട്ടുപേക്ഷിച്ചുകൊണ്ട്, വിശുദ്ധ യാക്കോബിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്കും ഈ പവിത്രമായ നിയോഗം, കർത്താവിൻ്റെ ഒപ്പമായിരിക്കുവാനുള്ള നിയോഗം സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം.